ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം എപ്പിഫനി. പൗരസ്ത്യ സഭകളിൽ ഈശോയുടെ മാമോദീസയാണ് എപ്പിഫനി അഥവാ പ്രത്യക്ഷവൽക്കരണ തിരുനാളിൽ ധ്യാനിക്കുന്നതെങ്കിൽ ലത്തീൻ സഭയിൽ പൂജ രാജാക്കന്മാർ എന്ന് നാം വിളിക്കുന്ന ജ്ഞാനികളുടെ സംഭവമാണ് ധ്യാന വിഷയമാക്കുന്നത്. വിജാതികർക്ക് ഈശോ വെളിപ്പെട്ട ദിവസമായിട്ടാണ് ലത്തീൻ സഭയിൽ എപ്പിഫനിയെ കൊണ്ടാടുന്നത്. പൗരസ്ത്യ സഭകളിൽ ദൈവപിതാവ് പുത്രനെ ലോകത്തിന് വെളിപ്പെടുത്തിയ എപ്പിഫനി, രണ്ടും വെളിപാട് തന്നെ. ദൈവം പുത്രനെ ലോകത്തിന് വെളിപ്പെടുത്തിയ മാമോദീസ, അതാണ് പൗരസ്ത്യ സഭകളിൽ. ലത്തീൻ സഭയിൽ വിജാതിയർക്ക് ഈശോ വെളിപ്പെട്ട ദിവസം. മത്തായിയുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെ വചനങ്ങൾ. ഹെരോദസ് രാജാവിൻ്റെ കാലത്ത് യഹൂദായിലെ ബേത്ലഹേമിൽ യേശു ജനിച്ചതിന് ശേഷം കിഴക്ക് നിന്ന് ജ്ഞാനികൾ യെറൂസലമിലെത്തി. അവർ ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. അത് കേട്ടിട്ട് ഹെരോദസ് രാജാവും അവനോടൊപ്പം യെറൂസലം മുഴുവനും പരിഭ്രമിച്ചു. അവൻ ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും വേദശാസ്ത്രികൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട് പറഞ്ഞു, യൂദായിലെ ബേത്ലഹേമിൽ തന്നെ. എന്നാൽ പ്രവാചകൻ മുഖേന ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യൂദാദേശത്തെ ബേത്ലഹേമേ, നീ യൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കാനുള്ള തലവൻ നിന്നിൽ നിന്ന് ഉദ്ഭവിക്കും. അപ്പോൾ ഹെരോദസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ട സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവൻ അവരെ ബേത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കുവിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ പോയിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്ന് നിന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യധികം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയത്തോട് കൂടെ കണ്ടു. വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും അവന് കാഴ്ചവെച്ചു. ഹെരോദസിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ അരുളപ്പാട് ഉണ്ടായതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഇതിലെ പല കാര്യങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിച്ചതാണ്. ഹെരോദസിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ. അതെല്ലാം നിങ്ങൾ വീണ്ടും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേൾക്കുക. ഇപ്പോഴും ചിലർക്ക് ചില സംശയങ്ങളുള്ളത് ആദ്യം തീർക്കട്ടെ. ഇന്നലെയോ മറ്റാരോ വീണ്ടും ചോദിച്ചു, അപ്പോൾ ഈജിപ്തിൽ നിന്ന് എപ്പോഴാണ് തിരിച്ചെത്തിയത്? യേശുവിൻ്റെ പരിച്ഛേദനം, ചേതനാചാരം, നാമകരണം, ഇതിനൊക്കെ എപ്പോഴാണ് ഈജിപ്റ്റ് പറ്റി തിരിച്ചെത്തിയത്? ആ സംഭവങ്ങളുടെ കിടപ്പ് ഇതുവരെയും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ക്രിസ്മസ് നാളിലെ ആ വീഡിയോ പല പ്രാവശ്യം നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ ഈ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കില്ല, അത് കൃത്യമായിട്ട് കേട്ടാൽ. ഞാൻ ഒന്നുകൂടി പറയാം. ഈ യേശു ജനിച്ചത് സത്രത്തിലല്ല. ഒരു ഗുഹയിൽ, ബേത്ലഹേമിലൊരു ഗുഹയിൽ, ഒരു വീടിൻ്റെ പുറകുവശത്തുള്ള പുൽക്കൂട്ടിലാണ്. ആ വീടിൻ്റെ മുൻവശം മനുഷ്യർക്ക് താമസിക്കാൻ, പുറകുവശം കന്നുകാലികൾക്ക്. അതിനെല്ലാം ദൈവശാസ്ത്രമുണ്ട്. കന്നുകാലിയുടെ ഇടയിൽ കർത്താവ് എന്തുകൊണ്ട് പിറന്നു, എന്തുകൊണ്ട് പുൽക്കുട്ടിൽ പിറന്നു എന്നൊക്കെ. ഈ വീട് എന്ന് പറയുന്നത് ഈ ഗുഹ വീടായിട്ട് ഉപയോഗിക്കുന്നെന്ന് പറയുന്നത് യൗസേപ്പ് പിതാവിന് പിതൃസ്വത്തായിട്ട് കിട്ടിയ ഭൂമിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ സുവിശേഷത്തിൽ ആ വീട്ടിൽ ചെന്ന് ഒരു വീട്ടിലാണ്, ആ വീടിൻ്റെ പുറകുവശമാണ് പുൽക്കൂടെന്ന് പറയണേ. അപ്പോൾ ഒരു വീട്ടിലാണ് യേശു ജനിച്ചത്, സത്രത്തിലല്ല. അപ്പോൾ അതേക്കുറിച്ചും വളരെ വിശദമായി ഞാൻ ക്രിസ്മസ് നാളിൽ പറഞ്ഞു. ഈ വീട്ടിൽ തന്നെയാണ് അവർ താമസിക്കുന്നത്. ജനിച്ചിട്ട് 8-ാം ദിവസം, ജനുവരി 1-ാം തീയതിയാണ് ഛേദനാചാരം അഥവാ പരിച്ഛേദനം. അന്ന് തന്നെയാണ് നാമകരണം, ഈശോ എന്ന നാമം വിട്ടത്. അത് കഴിഞ്ഞ് 40-ാം ദിവസം മറിയത്തിന് ശുദ്ധീകരണം. ബേത്ലഹേമിൽ നിന്ന് ജെറൂസലേം ദേവാലയത്തിലേക്ക് പോകുന്നു. കുറച്ച് ദൂരമേ ഉള്ളൂ, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. 40-ാം ദിവസം ആൺകുട്ടിയെ പ്രസവിക്കുന്ന സ്ത്രീ 40 ദിവസം ശുദ്ധീകരണത്തിന് വിധേയമാകണം. ആ ശുദ്ധീകരണം എന്ന് പറയുന്നത് പാപത്തിനുള്ള ശുദ്ധീകരണമല്ല, മറിച്ച് ഈ ആർത്തവുമായിട്ട് ബന്ധപ്പെട്ടതും പ്രസവവുമായിട്ട് ബന്ധപ്പെട്ടും ആചാരപരമായ ശുദ്ധീകരണമാണ്.
അതുകൊണ്ട് മറിയം ശുദ്ധീകരണത്തിന് വിധേയമായി അതിനവൾക്ക് പാപമുണ്ടായിരുന്നുവെന്ന് പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും മറ്റും പഠിപ്പിക്കുന്നത് തെറ്റാണ്. ആ ശുദ്ധീകരണം പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണമല്ല. ആർത്തവം, അശുദ്ധി, പ്രസവം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആചാരം അനുസരിച്ചുള്ള ശുദ്ധീകരണമാണ്, അല്ലാതെ പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണമല്ല. ഏതായാലും അപ്പോൾ യേശു ജനിച്ചത് ഒരു വീടിൻ്റെ പുറകുവശത്തുള്ള കാലിത്തൊഴുത്തിൽ പുൽക്കൂട്ടിലാണ്. ആ വീടെന്ന് പറയുന്നത് യൗസേപ്പ് പിതാവിൻ്റെ പിതൃസ്വത്തായിട്ട് കിട്ടിയ ഭൂമിയാണ്. ആ ഭൂമിയിലുള്ളൊരു ഗുഹയാണ്. ആ ഗുഹയുടെ മുൻവശം മനുഷ്യർക്ക് താമസിക്കാനും പുറകുവശം കന്നുകാലികൾക്ക് വേണ്ടി. ആ വീട്ടിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ ഗുഹയിൽ തന്നെയാണ് തിരുക്കുടുംബം താമസിക്കുന്നത്. അപ്പോൾ 8-ാം ദിവസം പരിച്ഛേദനത്തിന് വിധേയമാക്കുന്നു. അതുപോലെ 40 ദിവസം ദേവാലയത്തിൽ സമർപ്പിക്കുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ജ്ഞാനികളുടെ വരവ്. അപ്പോൾ ജ്ഞാനികളുടെ വരവ് അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകുമ്പോഴാണ് ഈ മാലാഖ പറഞ്ഞിട്ട് ഹെരോദസ് ഈശോയെ കൊല്ലാൻ അന്വേഷിക്കുന്നതും മാലാഖ പറഞ്ഞതനുസരിച്ച് തിരുക്കുടുംബം ഈജിപ്തിലേക്ക് പോകുന്നതും. അത് ഈ സംഭവങ്ങളെല്ലാം പരിച്ഛേദനവും 40 ദിവസത്തെ ദേവാലയ സമർപ്പണവും കഴിഞ്ഞതിന് ശേഷമാണ് ജ്ഞാനികൾ വരുന്നത്. 2 വയസ്സും അതിൽ താഴെയുള്ള കുട്ടികളെ കൊല്ലാനായിട്ട് ഹെരോദസ് പറഞ്ഞതിന് കാരണം ഈശോ ജനിച്ചിട്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ 1 വയസ്സെന്ന് വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്നിനെ പുറകെ നടക്കുന്നതല്ല. അതേസമയം ഈ പുൽത്തൊഴുത്ത് പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെയാണ് ജ്ഞാനികൾ വരുന്നതും. അതാണ് കാള കഴുതെന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഈജിപ്തിലേക്ക് പോകുന്നത്. ഈജിപ്തിൽ നിന്ന് എപ്പോഴാണ് തിരിച്ചു വന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ക്രിസ്തുവർഷം 6 മുമ്പാണ്. 6 മുമ്പ്. അപ്പോൾ ഈശോയ്ക്ക് 5 വയസ്സൊക്കെ കാണുമായിരിക്കും. ആ സമയത്താണ്. കാരണം 6 ക്രിസ്തുവർഷം 6 അർഹലാബുസിനെ സ്ഥാനഭ്രഷ്ടനാക്കി. തിരുക്കുടുംബം തിരിച്ചു വരുമ്പോൾ ബേത്ലഹേമിൽ ആ പ്രദേശത്ത് ഭരണം നടത്തിയിരുന്നത് അർഹലാബോസാണ്. അതുകൊണ്ടാണ് യോസഫ് നസറത്തിൽ പോയി പാർക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈശോയ്ക്ക് ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സ് 6 വയസ്സ്. യേശു ജനിക്കുന്നത് BC 2 BC 2 യേശു ജനിക്കുന്നത്. BC 7 6 അതേക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ട് ഏറ്റവും ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന തെളിവുകൾ അടിസ്ഥാനത്തിൽ മഹാനായ ഹെരോദസ് മരിച്ചത് BC 1 ജനുവരിയിലാണ്. അതിനു മുമ്പാണ് യേശു ജനിക്കുന്നത്. അപ്പോൾ BC 2 മംഗളവാർത്ത എന്ന് പറയുന്നത് BC 3 അവസാനം, മിക്കവാറും മാർച്ച് 25 തന്നെ ആയിരിക്കാനാണ് സാധ്യത. അത് വളരെയധികം തെളിവുകൾ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. ബൈബിളിലെ സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്ന ക്രമത്തിൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പുസ്തകമുണ്ട്, ചെറിയൊരു പുസ്തകം. അതിനകത്ത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ചെറിയ പുസ്തകമാണെന്ന് വാങ്ങിച്ച് വായിക്കുക. അപ്പോൾ ഓരോ സംഭവം നടന്ന ആ കൃത്യം ഡേറ്റും സ്ഥലവും ഒക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ സംശയത്തിന് മറുപടിയാണ്. നമുക്ക് ഇന്നത്തെ ഈ വാചനം കേട്ടതിൽ 2-3 കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് ധ്യാന വിഷയമാക്കാം. അത് കേട്ടിട്ട് ഹെരോദസ് രാജാവും അവനോടൊപ്പം യെറൂസലം മുഴുവനും പരിഭ്രമിച്ചു. രാജസിംഹാസനത്തിന് അവകാശവാദവുമായി ഒരു നിഗൂഢ ധിക്കാരി ജനിച്ചിരിക്കുന്നുവെന്നാണ് ഹെരോദസ് വിചാരിക്കുന്നത്. ആ വാർത്ത തീർച്ചയായിട്ടും ഹെരോദസിനെ അസ്വസ്ഥനാക്കുമായിരുന്നു. പക്ഷേ യെറൂസലം മുഴുവനും അവനോടൊപ്പം അസ്വസ്ഥമായത് അതെങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റും? രാജാവ് അസ്വസ്ഥനായി പരിഭ്രമിച്ചു, അതും മനസ്സിലാകും. കാരണം ഒരു യഹൂദരുടെ രാജാവായി ജനിച്ചവൻ എവിടെ? ഞാനിപ്പോൾ രാജാവായിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് വേറെ രാജാവ്? അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിന് പരിഭ്രമം ഉണ്ടാകാം. പക്ഷേ യെറൂസലം മുഴുവനും എങ്ങനെയാണ് അസ്വസ്ഥമായത്? നമുക്ക് 2 തരത്തിൽ അതിനെ കാണാം. പീഡാനുഭവത്തിൻ്റെ തലേനാള് ഈ വിശുദ്ധ നഗരത്തിലേക്ക് യേശു രാജകീയമായി പ്രവേശിക്കുമ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, നഗരം മുഴുവൻ ഭൂമി കുലുക്കത്തിൽ എന്ന പോലെ ഇളകി വശായി. മത്തായി 21:10. ഈ ഓശാന ഞായറാഴ്ച യേശു രാജാവായിട്ട് പീഡാനുഭവത്തിൻ്റെ ആഴ്ചയിൽ, ആ പീഡാനുഭവം തുടങ്ങുന്ന ആഴ്ചയിൽ, പീഡാനുഭവ വാരത്തിൻ്റെ തലേന്നാളെന്ന് പറയാം, ഈശോ ജെറൂസലമിലേക്ക് രാജാവായി പ്രവേശിക്കുമ്പോൾ ഈ യെറൂസലം നഗരം മുഴുവൻ ഭൂമി കുലുക്കത്തിൽ എന്ന പോലെ ഇളകി വശായി, വിറയ്ക്കുകയായിരുന്നു എന്നാണ് മത്തായി പറയണേ. മത്തായി 21:10. അപ്പോൾ അതിൻ്റെ ഒരു മുന്നാസ്വാദനമായിരിക്കാം ഇവിടെ. പക്ഷെ അപ്പോഴും ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഈ യെറൂസലം മുഴുവൻ, നഗരം മുഴുവൻ പരിഭ്രമിച്ചത്? ഈ രാജകീയ സിംഹാസനത്തിന് അവകാശവാദമായ ഒരു ശിശു ജനിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത, അത് തനിക്ക് അപകടവും ഭീഷണിയുമാണ് എന്ന് മനസ്സിലാക്കി ഈ ഹെരോദസ് എന്ത് ചെയ്തു? പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ വേദശാസ്ത്രങ്ങളെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് ചോദിക്കുകയാണ്, കാര്യങ്ങളെ കിടപ്പുവശം എങ്ങനെയാണ്? അപ്പോൾ ഒരു വ്യക്തത വരുത്തുകയാണ്.
ഈ യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എന്ന് ചോദിച്ച ഒരു കൂട്ടർ വന്നിട്ടുണ്ട്, ഒരു 3 ജ്ഞാനികൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അപ്പോൾ ഇങ്ങനെ സമ്മേളനം വിളിച്ചു കൂട്ടുന്നു. ആരൊക്കെയാണ്? പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ വേദശാസ്ത്രികളെയും. അങ്ങനെ സമ്മേളനം വിളിച്ചു കൂട്ടുമ്പോൾ അതിൻ്റെ ലക്ഷ്യം അറിയുമ്പോൾ അത് സമൂഹത്തിൽ അറിയപ്പെടാതെ പോകുമോ? ഇല്ല. സങ്കല്പിക്കപ്പെട്ടതോ യഥാർത്ഥമായ ഒരു മിശിഹാ രാജാവിൻ്റെ ജനനം ജെറൂസലം നിവാസികൾക്ക് കുഴപ്പങ്ങളും അനർത്ഥങ്ങളും വരുത്തി വെക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. മാത്രമല്ല, ഹെരോദസിന്റെ സ്വഭാവം എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അയാൾ വെറുതെ ഈ കൈകെട്ടിയിരിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജെറൂസലം നഗരം മുഴുവൻ പരിഭ്രമിച്ചു, ഇളകി വശായി എന്ന് പറയുന്നത് തീർത്തും ചരിത്രപരമാണ്. കാരണം ഇങ്ങനൊരു സമ്മേളനം വിളിച്ചു കൂട്ടിയപ്പോൾ, പ്രധാന പുരോഹിതന്മാരുടെയും ജനത്തിൻ്റെ ഇടയിലെ വേദശാസ്ത്രികളെയും സമ്മേളനം വിളിച്ചു കൂട്ടിയപ്പോൾ അത് സമൂഹം മുഴുവൻ അറിയില്ലേ? അപ്പം എന്തിനാണ് ലക്ഷ്യം? യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ? അപ്പം ഈ ഒരു രാജാവ് ഉള്ളപ്പോൾ പിന്നെ എന്തിനാ വേറെ രാജാവ്? അങ്ങനെ രാജാവ് ജനിച്ചാൽ ഈ രാജാവ് വെറുതെ ഇരിക്കുമോ? ഇതൊക്കെ കണ്ടിട്ടാണ് ഈ ജെറൂസലം നഗരം മുഴുവൻ ഇളകി വശായത്. ഇത് നിങ്ങൾ തോന്നുന്നു ഇതൊക്കെ എന്തിനാ അച്ഛൻ പറയണേന്ന്. ചിലർ കമൻറ്റുമായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അതായത് കാര്യങ്ങൾ അറിയാതെ ഇതൊന്നും സംഭവിച്ചതല്ല എന്നും പറഞ്ഞ് നടക്കുന്ന കുറേ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല സംഭവിച്ചെന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ഉത്തരം കൊടുക്കാൻ വേണ്ടി കൂടിയാണ് നിങ്ങളിതിന് താഴെയുള്ള കമൻറ്റുകളും വായിക്കുക എൻ്റെ വീഡിയോയുടെ താഴെ. അപ്പോൾ അവർക്ക് പലർക്കുമുള്ള ഉത്തരം കൂടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ഇനി വിശ്വാസത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ പ്രത്യാശയുടെ നക്ഷത്രമായിരുന്നു ഈ ആകാശത്ത് കണ്ട നക്ഷത്രം. പക്ഷേ അത് ചെന്നെത്തിയതോ അനുദിന ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ഈ ഹെരോദസും ജെറൂസലം നഗരം മുഴുവൻ പരിഭ്രമിച്ച് ഇളകി വശായി. എന്താ കാര്യം? ആകുലപ്പെടാനും ഭയപ്പെടാനും കാരണമാകുന്നൊരു സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു. യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഒരു ശിശു ഉണ്ടെന്ന് അറിഞ്ഞാൽ ഇപ്പോഴത്തെ രാജാവായ ഹെരോദസ് ആ ശിശുവിനെ കൊല്ലാൻ സാധ്യതയുണ്ട്. ഇതറിഞ്ഞിട്ടാണ് യെരൂശലേം നഗരത്തിലെ ആളുകൾ എല്ലാവരും പരിഭ്രാന്തരാകുന്നത്. മാത്രമല്ല, ഹെരോദസ് എന്തെല്ലാം ചെയ്തു കൂട്ടുമെന്ന് ഊഹിക്കാനേ പറ്റുള്ളൂ. കാരണം അത്രയും ക്രൂരനായ രാജാവാണ് അദ്ദേഹം. അപ്പോൾ നക്ഷത്രം കണ്ടതും നമ്മൾ ക്രിസ്മസിന് നക്ഷത്ര വിളക്കുകൾ തൂക്കുന്നതും ഒക്കെ വളരെ ഗംഭീരം തന്നെയാണെങ്കിലും, അത് പ്രത്യാശയുടെ വിശ്വാസത്തിന് പ്രത്യാശയാണെങ്കിലും അനുദിന ജീവിതത്തിൽ എന്ന് വെച്ച് നോക്കുമ്പോൾ അത് സ്വൈരം കെടുത്തുന്ന കാര്യമാണ്. ആകലപ്പെടാനും ഭയപ്പെടാനും കാരണമുണ്ട്. അതെ, അത് സത്യമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ സ്വൈര്യവും സ്വസ്ഥതയും ദൈവം താറുമാറാക്കുന്നു. അങ്ങനെ ദൈവം ഒരല്പം ശല്യക്കാരനായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. എന്ന് വെച്ചാൽ യേശുവിൻ്റെ രാജത്വം അവൻ്റെ പീഡാനുഭവത്തോട് കൈകോർത്ത് കിടക്കുന്നു. യേശുവിൻ്റെ രാജത്വം അവൻ്റെ പീഡാനുഭവത്തോട് കൈകോർത്ത് പിടിക്കുന്നു. ഇത് നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ സത്യമാണ്. അതായത് വിശ്വാസം, പ്രത്യാശ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉള്ളപ്പോഴും ആകലപ്പെടാനും ഭയപ്പെടാനും സംഗതികളുണ്ട്. നമ്മുടെ സ്വൈര്യവും സ്വസ്ഥതയും ദൈവം ശല്യപ്പെടുത്തി താറുമാറാക്കുന്നു. ഇപ്പം നമ്മൾ അനുഭവിക്കുകയല്ലേ അത്? സീറോ മലബാർ സഭയിൽ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്, ലത്തീൻ സഭയിലുണ്ട്, എല്ലാ സഭകളിലുമുണ്ട്. ഭരണാധികാരികളും ഇല്ലേ, അവർ പീഡാനുഭവമായിട്ട് കൈകോർത്താൻ മനസ്സില്ലെങ്കിൽ, ഭരണസഭയുടെ തലപ്പത്തിരിക്കുന്നവർ പീഡാനുഭവത്തിൻ്റെ കൈ പിടിക്കാനായിട്ട് തയ്യാറല്ലെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസവും പ്രത്യാശയും ഒക്കെ നഷ്ടപ്പെട്ട് നമ്മുടെയും സ്വൈര്യവും സ്വസ്ഥയും ഒക്കെ തല്ലിക്കെടുത്തൊരു അവസ്ഥയിലേക്ക് വരും. ഇനി അവർ പീഡാനുഭവത്തിന് കൈ കോർത്ത് പിടിച്ചാൽ അവരുടെ സ്വൈര്യവും സ്വസ്ഥതയും നഷ്ടപ്പെടും. അപ്പോഴാണ് യേശുവിൻ്റെ പീഡാനുഭവവും രാജത്വവും അവർക്കും ജീവിക്കാൻ കഴിയൂ. സ്വൈരം വേണം, സ്വസ്ഥത വേണം, സമാധാനം വേണം. അതിന് സമവായമായിട്ട് പോയാൽ അതൊരു യേശുവിൻ്റെ രാജത്വമോ പീഡാനുഭവമോ അല്ല. ഇത് തലപ്പത്തിരിക്കുന്നവർക്കും നമുക്കും ബാധകമാണ്. യേശുവിൻ്റെ രാജ്യത്വം അവന് പീഡാനുഭവമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെങ്കിൽ സഭയിൽ അത് മാറിച്ചാരിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വൈര്യവും സ്വസ്ഥതയും സമാധാനവുമാണ് വേണ്ടതെങ്കിൽ യേശുവിനെ രാജാവായിട്ട് സ്വീകരിച്ചിട്ട് കാര്യമില്ല. അവൻ്റെ കുരിശുമരണത്തെയും അവന് ഉയർപ്പിനെയും നമുക്ക് അംഗീകരിക്കാനും കഴിയാതെ വരും. കാരണം ഈ കുരിശുമരണം സ്വൈരമാണോ, സ്വസ്ഥതയാണോ, സമാധാനമാണോ? അപ്പോൾ യേശുവിൻ്റെ രാജത്വം എന്ന് പറയുന്നത് സ്വൈരമായിട്ട് ജീവിക്കാനുള്ള ഒരു സമാധാനം സൃഷ്ടിക്കലല്ല, മറിച്ച് പീഡാനുഭവമായിട്ട് ബന്ധപ്പെട്ടാണത്. അപ്പോൾ ഈ വിശ്വാസം, പ്രത്യാശ, അതിൻ്റെയൊക്കെ നക്ഷത്രമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും യേശുവിൻ്റെ രാജ്യത്വം പീഡാനുഭവമായിട്ട് സഹനവുമായിട്ട് ഇങ്ങനെ കൂടിപ്പിണഞ്ഞാണ് കിടക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ അതിൽ നമ്മൾ വേവലാതിപ്പെടരുത്. തലപ്പത്തിരിക്കുന്നവരും നമ്മളും. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വാചകം, യൂദായിലെ ബേത്ലഹേമിൽ തന്നെ. ഇതായിരുന്നു ഉത്തരം. വേദശാസ്ത്രികളും പ്രധാന പുരോഹിതന്മാരും കൊടുത്ത ഉത്തരം.
എന്നാൽ പ്രവാചകൻ മുഖേന ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യൂദാദേശത്തെ ബേത്ലഹമേ, നീ യൂത പ്രഭുക്കന്മേൽ ഒട്ടും ചെറുതല്ല, എൻ്റെ ജനമായി ഇസ്രായേലിനെ മേയിക്കാനുള്ള തലവൻ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഇതാണ് ശ്രേഷ്ഠന്മാരുടെ സമ്മേളനം, അതായത് പ്രധാന പുരോഹിതന്മാരുടെയും വേദശാസ്ത്രങ്ങളുടെയും സമ്മേളനം ഹേറോദസ് രാജാവിന് കൊടുത്ത മറുപടി. വാസ്തവത്തിൽ ഇത് മീക്ക പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതാണ് അവർ വായിച്ചതെങ്കിലും അതിനകത്ത് ഒരു വചനം, ഒരു 2 വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതായത് മീക്ക പ്രവാചകന്റെ തിരുവചനത്തിലേക്ക് ഷെമുവേല് 2 ഷെമുവേല് 5:2 അത് ചേർത്തിട്ടാണ് ഈ മറുപടി കൊടുത്തിരിക്കുന്നത്. എന്താണ് ഈ മീക്കായുടെ 5:1 എന്നാണ് ചിലപ്പോൾ പറയുന്നത്, ചില ബൈബിളിൽ 5:2 ആയിരിക്കും. നീയോ ബേത്ലഹം എഫ്രാത്ത, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് ആയിരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് ഉത്ഭവിച്ചുയരും. അങ്ങനെയാണ് ഹീബ്രു ബൈബിളിൽ കിടക്കണേ. അതിന് സെപ്തുജിന്തിൽ ഒരല്പം വ്യത്യാസമുണ്ട്. നീയോ എഫ്രാത്ത ഗൃഹത്തിൽ ബേത്ലഹേമേ, നീ യൂദായുടെ കുലങ്ങളിൽ ചെറുതാണെങ്കിലും നിന്നിൽ നിന്ന് ഒരുവൻ ഇസ്രായേലിൻ്റെ ഭരണാധികാരിയായി എനിക്ക് വരും. ഇങ്ങനെയാണ് സെപ്തുജിന്ത് പാഠാന്തരത്തിൽ. ഇതിനകത്ത് നമ്മൾ കാണാത്തൊരു വചനം എന്താണ്? എൻ്റെ ജനമായ എന്ന വാക്ക് ഈ മീക്കായുടെ പ്രവചനത്തിലില്ല. 5:1 അല്ലെങ്കിൽ 5:2 ഹീബ്രുവിലുമില്ല, ഗ്രീക്കിലുമില്ല. അത് എൻ്റെ ജനമായ എന്നത് ഷെമുവേലിൻ്റെ 2-ാം പുസ്തകം 5-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യമാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ടാണ് ഈ വേദശാസ്ത്രികൾ ഉത്തരം കൊടുത്തത്. അവർക്കത് അങ്ങനെ ചേർക്കാനുള്ള കഴിവുണ്ട്, അതാണ് വേദശാസ്ത്രി എന്ന് വിളിക്കണേ. ഇനി ഇപ്പോഴും ചെറിയൊരു പ്രശ്നമില്ലേ? ഈ എൻ്റെ ജനമായെന്ന് മാത്രമല്ലല്ലോ പ്രശ്നം. പഴയ നിയമത്തിൽ എങ്ങനെയാണ് കിടക്കുന്നത്? നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതാണെങ്കിലും എന്നാണ്. നീ യഹൂദ സഹസ്രങ്ങളിൽ അല്ലെങ്കിൽ യഹൂദ കുലങ്ങളിൽ അല്ലെങ്കിൽ യഹൂദ പ്രഭുക്കന്മാരിൽ ചെറുതാണെങ്കിലും എന്നാണെങ്കിൽ മത്തായി എഴുതിയിരിക്കുന്നതാണ് നീ യഹൂദയിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ലെന്നാണ്. മത്തായി ഒരല്പം തിരുത്തൽ വരുത്തിയിട്ടുണ്ട്. നീ യഹൂദ കുലങ്ങളിൽ ചെറുതാണെങ്കിലും എന്നാണ് പഴയ നിയമത്തിൽ. നീ യഹൂദ കുലങ്ങളിൽ ഒട്ടും താഴെയല്ല, പ്രമുഖ നഗരം ഒട്ടും താഴെയല്ല എന്നാണ് മത്തായി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു തിരുത്തുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം? പഴയ നിയമം മുഴുവൻ കാണുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു കീഴ്മേൽ മറിച്ചലാണ് 2 പതിപ്പുകളും. അതായത് മീക്കായുടെ പ്രവചനവും മത്തായി അവതരിപ്പിക്കുന്നതും 2 തരത്തിലാണെന്ന് മാത്രം. ദൈവം ഒരു കീഴ്മേൽ മറിച്ചിൽ, ഒരു തല കീഴ്മേൽ മറിച്ചിൽ ദൈവം കൊണ്ടുവരും. എന്താണത്? ഭൗതികവും ഭൗമികവുമായ രീതിയിൽ നോക്കിയാൽ ചെറുതും അപ്രസക്തവുമായ സംഗതികളിൽ നിന്നാണ് വലുതും മഹത്വമുള്ളതും ഉത്ഭവിക്കുന്നത്. മാനുഷികമായി നോക്കിയാൽ വളരെ ചെറുതും അപ്രസക്തമായ സംഗതികളിൽ നിന്നാണ് ഏറ്റവും വലുതും മഹത്വമായ സംഗതികൾ ദൈവം ഉണ്ടാക്കുന്നത്. ലൗകികമായ മഹത്വമാകട്ടെ പൊട്ടി തകർന്ന് വീണ് ക്ഷയിക്കുന്നു. ഇതാണ് ഈ പഴയ നിയമം മുഴുവൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട തത്വശാസ്ത്രം അല്ലെങ്കിൽ ദൈവശാസ്ത്രം. യഹൂദായിലെ കുലങ്ങളിൽ ഏറ്റവും ചെറുതായ ബേത്ലഹം എന്ന പഴയ നിയമ പതിപ്പ് ദൈവത്തിന് ഈ വൈരുദ്ധ്യാത്മക പ്രവർത്തന ശൈലി വ്യക്തമായി സ്പഷ്ടമാക്കുകയാണ്. അതേസമയം ബേത്ലഹേമേ, നീ യഹൂദായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല എന്ന് മത്തായി തിരുത്തി എഴുതുമ്പോൾ ഈ വൈരുദ്ധ്യാത്മകത പരിഹരിക്കാൻ ശ്രമിക്കുകയാണോ? അങ്ങനെയാണെന്ന് ആദ്യ നോട്ടത്തിൽ തോന്നും. എന്നാൽ അങ്ങനെയല്ല. വളരെ ചെറുതും അപ്രസക്തവുമെന്ന് തോന്നിച്ച ഒരു ചെറുനഗരം ഇപ്പോൾ വലിയ മഹത്വത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വൈരുദ്ധ്യം ഉണ്ടോ? തിരുത്തല് ഖണ്ഡിക്കാൻ വേണ്ടിയുള്ള തിരുത്തലാണോ? അല്ല, മറിച്ച് വളരെ ചെറുതും അപ്രസക്തമെന്ന് തോന്നിച്ച ഒരു നഗരമായിരുന്നു ബേത്ലഹേം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അതുകൊണ്ടാണ് ആ തിരുത്തൽ. എന്താണ് സംഭവിച്ചത്? ദൈവം തന്നെ മനുഷ്യനായിരിക്കുന്നത് ആ നഗരത്തിലാണ്. ദൈവം തന്നെ മനുഷ്യനായി വന്നിരിക്കുന്ന നഗരത്തിലാണ്. അപ്പോൾ എത്രയോ ചെറുതും അപ്രസക്തവുമായിരുന്ന ബേത്ലഹേം ഇപ്പോൾ ഏറ്റവും വലിയ മഹത്വത്തിൽ ദൈവം തന്നെ മനുഷ്യനായി വന്നിരിക്കുന്ന ആ സ്ഥലത്ത്. ഇത് നമ്മൾ നസ്രത്തിനെ കുറിച്ച് പറയുന്നതാണ്. നസ്രത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ എന്നാണ് നഥാനിയേൽ ചോദിച്ചത്. പഴയ നിയമത്തിൽ ഒരിക്കൽ പോലും പരാമർശിക്കപ്പെടാത്ത നഗരമാണ് നസ്രത്ത്. പക്ഷെ അവിടെയാണ് മറിയം ജീവിച്ചത്. അവിടേക്കാണ് ദൈവം സ്വർഗത്തിൽ ഗബ്രിയേൽ മാലാഖ അയച്ചത്. അപ്പൊ ഈ നസ്രത്ത് എന്ന പഴയ നിയമത്തിൽ ഒരിക്കൽ പോലും പരാമർശിക്കാത്ത സ്ഥലം എത്രയോ വലുതായി മാറി. ഒരു നന്മയും വരികയില്ലെന്ന് സത്യസന്ധമായി ജീവിച്ച യഹൂദന്മാരെ പോലും വിചാരിച്ച സ്ഥലത്ത് നിന്നാണ് ഏറ്റവും വലിയ നന്മ വന്നത്. ഇത് ദൈവം വരുത്ത ഒരു കീഴ്മേൽ മറിച്ചിലാണ്, ഒരു തല കീഴ്മേൽ മറിച്ചിലാണ്. അതുതന്നെ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ ബേത്ലഹേം വളരെ ചെറുതും അപ്രസക്തമായ നഗരമായിട്ട് കണക്കാക്കിയിരുന്നേ. പക്ഷെ ദാവീദിന്റെ നഗരമായി അത് മാറി. അതുപോലെ തന്നെ ഇവിടെ പറയാണ്, അവിടെയാണ് ദൈവം മനുഷ്യനായി ജനിച്ചത്. അപ്പോൾ ഇതുവരെ ചെറുതും അപ്രസക്തവുമായിരുന്നു അത്. ഇപ്പം അങ്ങനെയല്ല.
ഇപ്പോൾ വളരെ വലിയ മഹത്വത്തിൽ കാണപ്പെടുന്നു. കാരണം ഇസ്രായേലിൻ്റെ സാക്ഷാൽ ഇടയൻ ബേത്ലഹേമിൽ നിന്ന് വരുന്നു. മനുഷ്യൻ്റെ വിലയിരുത്തലും ദൈവത്തിൻ്റെ പ്രതിസ്പന്ദവും തിരുവചനത്തിൻ്റെ ഈ പതിപ്പിൽ സങ്കലനം ചെയ്തിരിക്കുകയാണ് മത്തായി. മനുഷ്യൻ കാണുന്നത് പോലെ അല്ല ദൈവം കാണുന്നത്. നഗരത്തിന് വെളിയിലുള്ളൊരു ഗുഹയിൽ, ആ ഗുഹയുടെ പുറകുവശത്തുള്ള പുൽത്തൊഴുത്തിൽ യേശു ജനിക്കുന്നതോടെ ഈ ദൈവിക വൈരുദ്ധ്യം, അതായത് ദൈവം കൊണ്ടുവരുന്ന ഈ കീഴ്മേൽ മറിച്ചൽ വീണ്ടും സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഇതാണ് മത്തായി പറയുന്നത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, മിഖായുടെ പ്രവചനത്തിലേക്ക് 2 ശമൂവേൽ 5:2 ഉൾച്ചേർത്തിട്ടാണ് എൻ്റെ ജനമായ എന്നത് കൂട്ടിച്ചേർത്തത്. എൻ്റെ ജനമായ. ഈ ശമൂവേലിൻ്റെ ഗ്രന്ഥത്തിൽ ദാവീദിനെ കുറിച്ച് പറയപ്പെട്ട വാക്യമാണ് എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ, എൻ്റെ ജനമായ. അത് ദാവീദിനെ കുറിച്ചാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ദാവീദ് ഗോത്രത്തിൽപ്പെട്ട ഈശോയാണ്. ദാവീദ് ഗോത്രത്തിൽപ്പെട്ട ഈശോയാണ് ഇപ്പോൾ ഇസ്രായേലിനെ നയിക്കാനായിട്ടും ലോകത്തെ നയിക്കാനായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട് ബേത്ലഹേമിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന ഭരണകർത്താവിനെ ഇസ്രായേലിനെ മഹ ഇടയനായി ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഈ 2 ശമൂവേൽ 5:2 എടുത്തിരിക്കുന്നത്. ദാവീദ് ഇടയനായിരുന്നു, ആട്ടിടയനായിരുന്നു, അവനെ രാജാവാക്കി. ഇപ്പോൾ രാജാധിരാജനായ ഈശോ ബേത്ലഹേമിൽ ജനിക്കുന്നതോടെ, പൂജരാജാക്കന്മാരായ ജ്ഞാനികൾ അവിടെ എത്തുന്നതോടെ, ഈ ഇസ്രായേലിൻ്റെ ഇടയനായ ഈശോ മഹാരാജാവ്, രാജാക്കന്മാരുടെ രാജാവാണെന്ന് വ്യക്തമാക്കുകയാണ്. തിരിച്ചും മഹാരാജാവ് ഇടയനാണ്, മഹാരാജാവ് ഇടയനാണ്. ഇത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ, എൻ്റെ ജനമായ ദാവീദിനെ കുറിച്ച് പറഞ്ഞത് ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മീഖായുടെ പ്രവചനത്തിലേക്ക് ഈ 2 വാക്കുകൾ എടുത്തു വെക്കേണ്ട കാരണം, മഹാരാജാവായ ഈശോ ഇടയനായിട്ട് വരുന്നു. രാജാവ് ഇല്ലേ, ഇടയനെ രാജാവാക്കി ദാവീദിൻ്റെ കാര്യത്തിൽ. ഇവിടെ മഹാരാജാവായ ഈശോ ഇടയനായിട്ട് വരുന്നു, ഇസ്രായേലിൻ്റെയും ലോകത്തിൻ്റെയും ഇടയനായിട്ട് വരുന്നു എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് എൻ്റെ ജനമായ എന്ന ആ പദസന്ധി 2 ശമൂവേൽ 5:2 നിന്നെടുത്ത് മീഖായുടെ പ്രവചനം 5:2 ചേർത്ത് ഒറ്റ പ്രവചനമായിട്ട് എഴുതിയിരിക്കുന്നത്. എന്തൊരു മനോഹരമായ ദൈവശാസ്ത്രമാണ് നോക്കൂ. ദൈവത്തിൻ്റെ രാജത്വത്തിൻ്റെ പ്രതിനിധിയായ സാക്ഷാൽ ഭരണകർത്താവിൻ്റെ സ്നേഹമുള്ള കരുതൽ, അനുകമ്പയുള്ള വാത്സല്യം, ഇതൊക്കെയാണ് ഇടയൻ എന്ന ആ ചിത്രത്തിലൂടെ ആവിഷ്കരിക്കുന്നത്. ജ്ഞാനികളുടെ ചോദ്യത്തിന് പ്രധാന പുരോഹിതന്മാരും വേദശാസ്ത്രികളും കൊടുക്കുന്ന മറുപടി തീർത്തും പ്രായോഗികമായിരുന്നു, ഭൂമിശാസ്ത്രപരമായി ഉള്ളടക്കമായിരുന്നു. ബേത്ലഹേം യെറൂസലേമിലാണ് ഇവർ ചെന്നത്, രാജകൊട്ടാരത്തിൽ. അതിനടുത്തുള്ള ബേത്ലഹേമിലാണ്. ഭൂമിശാസ്ത്രപരമായി ചരിത്രപരമായി വളരെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ടെല്ലാം കറക്റ്റാണ്. അപ്പോൾ ജ്ഞാനികൾക്ക്, ഈ പൂജരാജാക്കന്മാർ നമ്മൾ വിളിക്കുന്ന ജ്ഞാനികൾക്ക് തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര തിരിക്കാൻ പ്രയാസമൊന്നുമില്ല. പക്ഷേ വെറും ഭൂമിശാസ്ത്രം അവതരിപ്പിക്കുകയല്ല മത്തായി ചെയ്തത്. ആ ഭൂമിശാസ്ത്രപരമായ ആ പ്രവചനത്തിന് ദൈവശാസ്ത്രപരമായ ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. സ്ഥലത്തിനും സംഭവത്തിനും, ഭൂമിശാസ്ത്രപരമായ സ്ഥലത്തിനും ചരിത്രപരമായ സംഭവത്തിനും ദൈവശാസ്ത്രപരമായ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടാണ് ഈ പ്രധാന പുരോഹിതന്മാരും വേദശാസ്ത്രികളും മറുപടി കൊടുത്തത്. മത്തായി അത് വളരെ മനോഹരമായി എഴുതിയിരിക്കുന്നു. വളരെ കൃത്യമായ നിഗമനങ്ങളിലേക്ക് ഹേറോദസ് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. കാരണം ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും തൊട്ടടുത്ത കിടക്കണേ ബേത്ലഹേം. അപ്പോൾ അവിടേക്ക് ചെല്ലാനായിട്ടൊന്നും ഇയാൾക്ക് പ്രയാസമില്ല. എന്തെങ്കിലും അദ്ദേഹം പ്രായോഗിക നടപടികൾ അവർക്ക് എന്തെങ്കിലും, അതായത് ഈ വേദശാസ്ത്രികളും പ്രധാന പുരോഹിതന്മാർ എന്തെങ്കിലും പ്രായോഗിക നടപടി എടുക്കണമെന്ന് അവർക്ക് തോന്നിയില്ല. കാരണം എന്താ? രാജാവ് ഉള്ളപ്പോൾ തങ്ങൾ എന്തിനാ മുൻകൈ എടുക്കുന്നത്? രാജാവ് ചെയ്തോളും. നമുക്കിന്ന് അവസാനിപ്പിക്കുകയാണ്. ഞാനൊരു 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ, ഇതിൽ ഇപ്പോൾ ഒരു അപഗ്രഥനം കഴിഞ്ഞല്ലോ, ഇതിൻ്റെ വെളിച്ചത്തിൽ 4 നിഗമനങ്ങൾ, 4 സന്ദേശം, നമുക്ക് വേണ്ട 4 സന്ദേശം പറയാൻ ആഗ്രഹിക്കുക. 1, ഇതാണ് യേശുവിൻ്റെ എപ്പിഫനി, അവൻ്റെ പ്രത്യക്ഷവൽക്കരണം. അതായത് രാജാധിരാജനായ മഹാരാജാവായ ഈശോ ഇടയനായിട്ടാണ് വരുന്നത്. ആ ഇടയനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ രാജത്വത്തിൻ്റെ പ്രതിനിധിയായ സാക്ഷാൽ ഭരണകർത്താവ് സ്നേഹം, കരുതൽ, അനുകമ്പ, വാത്സല്യം ഇതൊക്കെയുള്ള ഇടയനായിട്ടാണ് വരുന്നത്. ഇതെല്ലാ ഭരണകർത്താക്കന്മാർക്കും സന്ദേശമാണ് എപ്പിഫനി നാളിൽ.
മഹാരാജാവാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ഒക്കെ ഇടയനായിട്ട്, അതായത് സ്നേഹം, കരുതൽ, അനുകമ്പ, വാത്സല്യം, നീതി, സത്യം, ന്യായം ഇതെല്ലാം ആവിഷ്കരിക്കുന്ന ഒരു ഇടയനായിട്ട് വേണം പ്രധാനമന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ഏത് ഭരണകർത്താവാണെങ്കിലും മെത്രാനാണെങ്കിലും മെത്രാപോലിത്തയാണെങ്കിലും വൈദികനാണെങ്കിലും തീർന്നില്ല, കുടുംബനാഥനോ കുടുംബനാഥയോ അല്ലെങ്കിൽ ഒരു 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 ഗ്രൂപ്പിൻ്റെ ലീഡർ ആരാണെങ്കിലും ഇത്തരത്തിലാണ് വരേണ്ടത്. ഭരണകർത്താവ് തലപ്പത്തിരിക്കുന്നവൻ മഹാ ഇടയനായിട്ട് വേണം വരാൻ. അപ്പോഴേ എപ്പിഫനിയാകൂ, അല്ലെങ്കിൽ തുള്ളൽ പനിയാകും, അധികാരത്തിൻ്റെ തുള്ളൽ പനി. 2, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ നക്ഷത്രം വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ ഒരു പൊൻതിളക്കമാണ്. ഈ ഈശോ ജനിച്ചപ്പോൾ ഉണ്ടായ നക്ഷത്രം അത് വഴി കാണിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് വിശ്വാസത്തിൻ്റെ വിശ്വാസവും പ്രത്യാശയും ഒക്കെ ആയിട്ട്. പക്ഷേ ആ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ വേദപുസ്തകങ്ങൾ തിരഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഈ യഹൂദരുടെ രാജാവായി ജനിച്ചവൻ ആര് എന്നതിന് കൊടുക്കുന്ന മറുപടി, ഈ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ഈ നക്ഷത്രം കണ്ടപ്പോഴാണ് ഈ ജ്ഞാനികളെ ചോദിക്കുന്നത്, യഹൂദരുടെ രാജാവായി ജനിച്ചവൻ എവിടെ? അത് കേട്ടപ്പോൾ, ആ ചോദ്യം കേട്ടപ്പോൾ ഹെരോദസും യെരൂശലേം നഗരം മുഴുവനും ഇളകി വശായി പരിഭ്രമിച്ചു. എന്താ കാര്യം? ഒരു രാജാവ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ രാജാവിന് പിടിക്കില്ല. അത് അയാൾ എന്തും ചെയ്യും. ആ പുതിയ രാജാവിനെ കൊല്ലാൻ വേണ്ടി അതറ്റം വരെയും പോകും. ഇതാണ് അസൂയ എന്ന് പറയണേ. അപ്പോൾ അസൂയ നമ്മുടെ സമുദായത്തിലും നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മുടെ സ്വൈര്യം സ്വസ്ഥത ഒക്കെ തല്ലിക്കെടുത്തുകയാണ്. ദൈവമാണ് ശല്യപ്പെടുത്തണേ, താറുമാറാക്കാൻ നമുക്ക് തോന്നും ചെയ്യും. അത് സത്യമാണ്. യേശുവിൻ്റെ രാജ്യത്വം അവനെ നയിക്കുന്നത് പീഡാനുഭവത്തിലേക്കാണ്. അതുകൊണ്ടാണ് മീറ കാഴ്ചയായിട്ട് കൊടുക്കണേ. മരിക്കുന്നവർക്ക് മരണവേദന കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന സംഗതിയാണ് യേശു ജനിച്ചപ്പോൾ കൊടുക്കുന്നത്. അവൻ രാജാവാണ്, പക്ഷെ കുരിശിൽ കിടന്നുകൊണ്ടാണ് അവൻ്റെ ഭരണം. ഇത് അംഗീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ രാജത്വമുണ്ട്, നമുക്ക് രാജകീയ പൗരോഹിത്യമുണ്ട്, പക്ഷെ കുരിശിൽ തൂങ്ങപ്പെട്ട രീതിയിലെ അത് ആസ്വദിക്കാനും അത് പ്രയോഗത്തിൽ വരുത്താനും കഴിയൂ. അവൻ്റെ രാജത്വം എന്ന് പറയുന്നത് കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ടുള്ള രാജത്വമാണ്. ഇല്ലേ, നസ്വറായനായ ഈശോ യഹൂദമ്മയുടെ രാജാവെന്ന് കുരിശിന് മുകളിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ജ്ഞാനികൾ ചോദിച്ച ചോദ്യത്തിന് ശരിക്കുള്ള ഉത്തരം എവിടെയാ? യഹൂദമ്മയുടെ രാജാവായി ജനിച്ചവൻ എവിടെ? ആ ചോദ്യം യഹൂദമ്മയുടെ രാജാവെന്ന് വീണ്ടും വരുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ 27-ാം അധ്യായത്തിലാണ്. 2 പ്രാവശ്യം വരുന്നുണ്ട്. രണ്ടും കുരിശുമായി ബന്ധപ്പെട്ട. അപ്പോൾ യഹൂദമ്മയുടെ രാജാവ് ജനിച്ചവൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഇതാ അവൻ ഇവിടെയുണ്ട്, കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു. അവൻ യഹൂദരുടെ രാജാവ് കുരിശിൽ തൂങ്ങിക്കിടക്കുകയാണ്. നമുക്ക് രാജകീയ പൗരോഹിത്യമുണ്ട്, വൈദിക ശുശ്രൂഷ പൗരോഹിത്യം കൂടിയുണ്ട്. മാമോദിസ സ്വീകരിക്കുന്ന എല്ലാവർക്കും രാജകീയ പൗരോഹിത്യമുണ്ട്. ഈ രാജകീയ പൗരോഹിത്യം ഉള്ളത് കൊണ്ട് നമുക്ക് പള്ളി പോകാൻ പറ്റണേ. പക്ഷെ അത് ശരിക്കും ആസ്വദിക്കണമെങ്കിൽ, അല്ലെങ്കിൽ രാജാവായിട്ട് ഭരിക്കണമെങ്കിൽ കുരിശിലേറണം. അപ്പം നമ്മുടെ സ്വൈര്യം സ്വസ്ഥതയും പോവുകയല്ലേ? ദൈവം തന്നെയല്ലേ ഇത് തല്ലിക്കെടുത്തണേ? അതെ, അങ്ങനെ ഉള്ളപ്പോഴാണ് വിശ്വാസവും പ്രത്യാശയും ഒക്കെ നക്ഷത്രമായി നിൽക്കുകയുള്ളൂ. ഇതാണ് ഈ ദൈവത്തിൻ്റെ കീഴ്മേൽ മറിച്ചിൽ എന്ന് പറയണേ. അടുത്തത്, മാനുഷികമായി നോക്കിയാൽ വളരെ ചെറുത്, അപ്രസക്തം എന്നൊക്കെ വിചാരിച്ച സംഗതികളിൽ നിന്നാണ് ദൈവം ഏറ്റവും വലിയ മഹത്വം കൊണ്ടുവരുന്നത്. ഈ ലൗകികമായിട്ടുള്ള മഹത്വം ഉണ്ടല്ലോ, അത് പൊട്ടി തകർന്നു പോകും. മാനുഷികമായി നോക്കിയാൽ മഹത്വം എന്ന് വിചാരിക്കുന്നതും വലുപ്പം എന്ന് വിചാരിക്കുന്നതും അധികാരം എന്ന് വിചാരിക്കുന്നതും പദവി എന്ന് വിചാരിക്കുന്ന കുറേ സംഗതികളുണ്ടല്ലോ, അതെല്ലാം പൊട്ടി തകർന്ന് ക്ഷയിക്കും. ഈ മാനുഷികമായി നോക്കിയാൽ, ഭൗമികമായി നോക്കിയാൽ, ഭൗതികമായി നോക്കിയാൽ വളരെ ചെറുത്, അപ്രസക്തമെന്ന് കരുതുന്ന സംഗതികളിൽ നിന്നാണ് ദൈവം വലിപ്പവും മഹത്വവും കൊണ്ടുവരുന്നത്, പുറപ്പെടുവിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാകും. അവസാനമായിട്ട്, മനുഷ്യൻ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത്. നഗരത്തിന് വെളിയിലുള്ള ഒരു ഗുഹയിൽ, ആ ഗുഹയുടെ പുറകുവശത്ത് കന്നുകാലികളെ കിട്ടുന്ന സ്ഥലത്ത് ദൈവം മനുഷ്യനായ ആള് ജനിക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ മനുഷ്യൻ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത് എന്ന കാര്യം ഉറപ്പായില്ലേ? ആ ഗുഹ പൊളിച്ചു കളഞ്ഞു ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ ആളുകൾ. അതായത് അവിടെ വിജാതിരുടെ ദേവനെ വയ്ക്കാനും, അതായത് ദൈവം മനുഷ്യനായതിൻ്റെ സകല ചിഹ്നങ്ങളും അടയാളങ്ങളും മായ്ച്ചു കളയാൻ ചക്രവർത്തി തൊട്ട് സകലരും ശ്രമിച്ചു. എന്നിട്ട് എന്തുണ്ടായി? ചക്രവർത്തിയും അയാളുടെ സാമ്രാജ്യം നഷ്ടപ്പെട്ടതല്ലാതെ, തകർന്നു പോയതല്ലാതെ ഈശോ തകർന്നു പോയോ?
ഇല്ല. ഇപ്പം ഏറ്റവും മഹത്വം വലിയവനായിട്ട് നിൽക്കുന്നത് ആ ഗുഹയിൽ ജനിച്ചപ്പോൾ തന്നെയല്ലേ? ഇതിനൊക്കെ വലിയ സത്യമുണ്ടോ? അപ്പോൾ ഇത് നമ്മുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമുക്കിപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടെങ്കിലും ഇതാണ് സത്യം. ഈ സുവിശേഷ സത്യം ജീവിക്കുമ്പോൾ നമ്മിൽ എപ്പിഫനി ഉണ്ടാകും. എന്ന് വെച്ചാൽ ദൈവം പ്രത്യക്ഷപ്പെടും. മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ അവൻ പ്രത്യക്ഷപ്പെടും. അപ്പോൾ എപ്പിഫനി ഉണ്ടാകും. ഇത് നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഇതനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, എപ്പിഫനി അല്ല ഉണ്ടാകുക, അധികാരത്തിൻ്റെ തുള്ളൽ പനി, പണത്തിൻ്റെ ഹുങ്ക്, അതുകൊണ്ടുണ്ടാകുന്ന തുള്ളൽ. അതല്ല നമുക്ക് വേണ്ടത്. ദൈവം നമ്മിലൂടെ പ്രത്യക്ഷപ്പെടണം, എപ്പിഫനി ഉണ്ടാകണം. വിജാതീയരും സ്വജാതീയരും ആ എപ്പിഫനി കാണണം. അതിന് ഈ പറഞ്ഞ രീതിയിൽ വേണം നമ്മൾ സുവിശേഷം ജീവിക്കാൻ. അതിന് എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ. നല്ല എപ്പിഫനി ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.